അളിയ വിവേകേ, നിന്റെ ലവ് സ്റ്റോറി ഇല്ലേ, നീ ഒരു മുസ്ലിം കുട്ടി സ്നേഹിച്ച, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണല്ലേ. റൈഹാനാര വാപ്പായും എൻ്റെ അച്ഛനും തമ്മിൽ കുട്ടിക്കാലം മുതലേ കളിച്ച് വളർന്ന സുഹൃത്തുക്കളാണ് അവർ. അത് കണ്ടാണ് നമ്മൾ രണ്ടുപേരും വളർന്നത്. നമുക്ക് നമ്മൾ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രായം ആയ സമയത്ത് അവളുടെ അടുത്തുള്ള ഒരു ഇഷ്ടത്തിൻ്റെ ഒരു ഇത് മാറി. പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പിരിയാൻ പറ്റാത്തൊരു ടൈപ്പ് ഇഷ്ടമാണെന്നുള്ളത്. ഞാനാണ് അവളുടെ അടുത്ത് ആദ്യം പറയുന്നത്. എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവളും പറഞ്ഞു. അവളെ മനസ്സിലും ഇതേ ആ ഒരു ഇമോഷൻ ആയിരുന്നു. അതായത് ഈ പറയുന്ന ആ ക്രിഞ്ച്, നമ്മളെപ്പോഴും പറയില്ലേ, ലവ് എന്ന് പറയുന്ന എപ്പോഴും ഒരു ക്രിഞ്ച് സംഭവങ്ങളൊക്കെ വരുന്നൊരു സാധനമാണ്. അതെല്ലാവരുടെയും പേഴ്സണൽ സ്പേസിൽ മാത്രം നിൽക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാനിത് പറയുമ്പോൾ പോലും നിനക്ക് ചിലപ്പോൾ ഇതൊരു ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. കുറച്ച് കാലങ്ങൾ അങ്ങനെ കടന്നുപോയി. അവൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാനും ജോലിക്കൊക്കെ പോകാൻ പറയുന്ന ഒരു ടൈമാണ്. ആ സമയത്താണ് ഈ ഒരു കാര്യം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇത് നമ്മുടെ അച്ഛന്മാരെ ഒന്ന് അറിയിക്കാം. നമ്മളെ മനസ്സിൽ അപ്പോഴും ഹോപ്പുണ്ട്, ഇവരിത് സമ്മതിക്കുമെന്നുള്ളത് നമുക്കറിയാം. ഫസ്റ്റ് തന്നെ ഞാൻ ഈ കാര്യം എൻ്റെ വീട്ടിൽ അറിയിച്ചു. അതുപോലെ അവളും അവളെ വാപ്പാടുത്ത് പറഞ്ഞു. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഈ ഒരു കാര്യം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ഉത്തരവാണ് എനിക്ക് തിരിച്ചു കിട്ടിയത്. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല ഇങ്ങനെയാണ് ആ ഒരു മറുപടി എന്നുള്ളത്. നിങ്ങൾ രണ്ട് മതത്തിലുള്ള ആൾക്കാരാണ്. എനിക്ക് എൻ്റെ അച്ഛനെക്കുറിച്ച് ആ നേരത്തെ തോന്നിയ ഒരു വികാരം ഉണ്ടല്ലോ, അതെനിക്ക് എന്താണെന്ന് പറയാൻ അറിയില്ല. ഞാൻ കരുതിയത് എൻ്റെ അച്ഛൻ മാത്രമാണ് ഇങ്ങനെ ചിന്തിച്ചതെന്നാണ്. പക്ഷെ അവളിത് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഞാനും അറിയുന്നത് അവളുടെ വാപ്പായും ഈ സെയിം കാര്യം സെയിം ഡയലോഗിൽ തന്നെയാണ് പറഞ്ഞത്. രണ്ടുപേർക്കും ഇത് വലിയൊരു ഷോക്കായി. കാരണം കുട്ടിക്കാലം തൊട്ടേ ആ ഒരു ഫാമിലി അങ്ങനെ വളർന്നു വന്നിട്ട് പെട്ടെന്ന് അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഇഷ്ടം വളർന്നു വന്നു. ആ ഇഷ്ടം ഒന്നാകും എന്ന് മനസ്സിൽ ഇത്രയും നാൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് ഇങ്ങനെ ഒരു നിമിഷത്തിൽ ഇതാവുന്ന സമയത്ത് ഇപ്പം നീ ആയാലും തകർന്നു പോകില്ലേ? ആ ഒരു സ്റ്റേജ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലായി. അപ്പോൾ ഈ രണ്ട് കുടുംബത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ഇഷ്ടങ്ങൾ വളർന്നു വരുന്നത് ഇവർ രണ്ടുപേരും അറിഞ്ഞപ്പോൾ ഇത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്നുള്ള കാര്യം മാത്രം, ആ ഒരു ഇഷ്ടം അവർ തമ്മിലുള്ള ബ്രേക്ക് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ ഈ കാര്യം പിന്നെ തമ്മിൽ അറിയാമെന്നുള്ളത് പറഞ്ഞില്ല. പക്ഷെ അങ്ങനെ ഒരുപാട് കാലങ്ങൾ പോയില്ല. കാരണം നമുക്ക് ആ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരിക്കലും പിരിയാൻ പറ്റില്ല. നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചേ പറ്റൂ. ഇത് എവർ സമ്മതിക്കുന്നു ഇല്ല എന്നുള്ളത് ഏകദേശം മനസ്സിലായി. അങ്ങനെയാണല്ലേ എൻ്റെ ലൈഫിൽ ആ ഒരു ഡിസിഷൻ ഞാൻ എടുക്കുന്നത്. ഞാൻ ഒറ്റ മോനാണ്, അവളും ഒറ്റ മോളാണ്. ആവശ്യത്തിലധികം പണം രണ്ട് കുടുംബക്കാരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു യെസ് മാത്രം മതിയായിരുന്നു. ഒരു പക്ഷേ നമുക്കൊന്നാവാൻ വേണ്ടി അതിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരുടെ മനസ്സിലുള്ള ആ കാര്യം നമുക്കൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല. അവസാനം നമ്മൾ രണ്ടും കൽപ്പിച്ച് ആ ഒരു കടും കൈ ചെയ്യേണ്ടി വന്നറിയാം. ഞാനും റൈഹാനയും കൂടി ഒളിച്ചോടാൻ തീരുമാനിച്ചു. അവളെ വീട്ടിലും ഇവൾ ഈ ഒരു ഇഷ്ടത്തിൻ്റെ കാര്യം അവതരിപ്പിച്ചതിന് ശേഷം തൊട്ട് അവളുടെയും ഫാമിലിയിൽ പതിയെ ആലോചനകൾ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. അവൾക്കും നല്ല പ്രഷർ വന്നു തുടങ്ങി. ഈ ഒരു കാര്യം തമ്മിൽ അവതരിപ്പിക്കാനും പറ്റാത്തൊരു സിറ്റുവേഷനിൽ രണ്ടുപേരും ബ്ലോക്കായി. അങ്ങനെ ഞങ്ങൾ ഫൈനലൈസ് ചെയ്ത് രണ്ടുപേരും കൂടി തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് രണ്ടുപേർ കൂടെ ഒളിച്ചോടാം. ഈ കുടുംബത്തിനകത്ത് ആശ്വാസമായിട്ടുള്ളത് ഈ രണ്ട് ഫാമിലിയിലെയും അമ്മമാർ രണ്ടുപേരും നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് സപ്പോർട്ടീവായിരുന്നു. പക്ഷേ അച്ഛന്മാരുടെ ഉള്ളിൽ കിടന്ന ആ ഒരു ഇത് മാത്രമാണ് നമ്മളെ ഇങ്ങനെ ആക്കിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒളിച്ചോടാമെന്ന് പറഞ്ഞാൽ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് പോലും മനസ്സിൻ്റെ ഉള്ളിലൊരു വേദന എന്ന് പറയുന്നത് മെയിനായിട്ടും അമ്മയെ വിഷമിപ്പിക്കരുത്, എൻ്റെ ഉള്ളിലും അവളെ ഉമ്മയെ വിഷമിപ്പിക്കരുത് എന്നുള്ള രീതിയിൽ അവളുടെ മനസ്സിൽ. അപ്പോൾ ആ രണ്ട് ഇമോഷൻ മാത്രമാണ് നമ്മളൊന്ന് പിന്നോട്ട് വലിച്ചെങ്കിലും നമ്മൾ ആ ഒരു കാര്യം തീരുമാനം എടുത്തു. അങ്ങനെ ഞാനും റൈഹാനയും കൂടി ഒളിച്ചോടാൻ തീരുമാനിച്ചു. നമ്മൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്തു. അവളൊരു ദിവസം ക്ലാസ്സിന് വന്നിട്ട് ആ ഒരു സ്പോട്ടിൽ തന്നെ തെക്കുംകര എന്ന് പറയുന്ന ഞങ്ങളുടെ ആ ഒരു സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പോയി. എങ്ങോട്ട് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കില്ലായിരുന്നു. കാരണം നമ്മൾ എവിടെ ചെന്ന് ഒളിച്ചാലും എൻ്റെ അച്ഛൻ വന്ന് തൂക്കുമെന്നുള്ള 101% എനിക്ക് ഉറപ്പായിരുന്നു. അതുപോലെ അവളുടെ വാപ്പായും അത്യാവശ്യം നല്ല പവറുള്ള ആളാണ്, നല്ല രീതിയിൽ ഹോൾഡൊക്കെ ഉണ്ട്. എങ്ങനെ പോയാലും നമ്മൾ രണ്ട് കൂട്ടരും തപ്പിയെടുക്കും എവിടെ പോയാലും. ഈ അച്ഛന്മാരുടെ ചൈൽഡ്ഹുഡുമായിട്ട് ആ ഒരു സ്ഥലത്തിന് ഒരു ചെറിയൊരു കണക്ഷനുണ്ട്. ആ ഒരു സ്ഥലമാണ് കദളിക്കാവ്. അതെൻ്റെ മുത്തശ്ശിയുടെ സ്ഥലമാണ്. അങ്ങോട്ടാണ് ഞാൻ എവളെയും കൊണ്ട് പോയത്.
അല്ലെ അങ്ങനെ കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. കാരണം അവൾ നല്ല ഇമോഷണലി വീക്കായിരുന്നു. അങ്ങനെ ഞാനും റൈഹാനയും കൂടി കദളിക്കാവ് എന്ന് പറയുന്ന എൻ്റെ മുത്തശ്ശിയുടെ സ്ഥലത്തെത്തി. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒരുപാട് ടൈം ഇവിടെയാണ് ചിലവഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു സ്ഥലം കൂടിയാണ്. എൻ്റെ മുത്തശ്ശിയുടെ തറവാട് വീടായിട്ടുള്ള ഗൗരി മഠം എന്ന് പറയുന്ന ആ ഒരു തറവാട്ടിലോട്ട് നമ്മളെത്തി. ഈ ഗൗരി മഠത്തിലേക്ക് തന്നെ, അതായത് എൻ്റെ ഈ മുത്തശ്ശിയുടെ തറവാട്ടിലേക്ക് തന്നെ ഞാൻ അവളെയും കൊണ്ട് വരാനുണ്ടായ റീസൺ, എൻ്റെ അച്ഛൻ ഈ തറവാട്ടിലേക്ക് കാലുകുത്തി വരില്ല. ഈ തറവാട്ടിൽ കയറി എൻ്റെ അച്ഛന് എന്നെയും ഇവളെയും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവളെ വാപ്പാക്കും ചൈൽഡ്ഹുഡിൽ ഈ തറവാട് എന്താണെന്നും ഈ തറവാട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളും നല്ലതുപോലെ എൻ്റെ അച്ഛനും അവളച്ഛനും കറക്റ്റ് അറിയാം. ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാൻ അവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ അതൊരു ചലഞ്ചാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ളൊരു എലമെൻ്റ് ആണ്. കാരണം ഈ തറവാടിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൾ എൻ്റെ കൂടെ വരില്ല. എങ്കിലും അവൾ എൻ്റെ കൂടെ ഒരു വിധത്തിൽ ഇറങ്ങിയിട്ട് ചോദിച്ചു, എന്തുകൊണ്ട് ഇവിടെ വന്നാൽ നമുക്ക് അച്ഛനും വന്ന് നമ്മളെ പൊക്കിക്കൊണ്ട് പോവില്ലേ എന്നുള്ള എൻ്റെ ചോദിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു, ഈ ഒരു ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് അവർ വന്ന് നമ്മളിവിടെ നിന്ന് ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ അവർക്ക് അതിന് മാത്രം ധൈര്യം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണെന്ന് പറഞ്ഞു. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ എന്നുള്ള രീതിയിൽ എന്നെ ചോദിച്ചു. നീ എന്തുകൊണ്ട് ഇങ്ങനെ ധൈര്യമായിട്ട് പറയുന്നു, ഈ വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ എന്ന് എടുത്ത് ചോദിച്ചു. അവൾ എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് ഇത് പറയാൻ കാരണമെന്ന് ചോദിച്ചെങ്കിലും ഞാനത് കറക്റ്റ് അവൾക്ക് പറഞ്ഞു കൊടുത്തില്ല. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതങ്ങ് ഒതുക്കി ആ ഒരു സമയത്ത്. പക്ഷെ നിനക്ക് ഞാനത് പറഞ്ഞുതരാം. അല്ല, ഈ ഒരു തറവാടെന്ന് പറയുന്നത് എൻ്റെ മുത്തശ്ശിയുടെ തറവാടാണ്. ഗൗരി എന്നാണ് എൻ്റെ മുത്തശ്ശിയുടെ പേര്. ഗൗരി അമ്മ എന്നൊക്കെയാണ് എല്ലാവരും വിളിക്കുന്നത്. ഈ ഒരു മുത്തശ്ശി ആ ഒരു തറവാട്ടിൽ ഈ ദുർമന്ത്രവാദം ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളുടെ ഈ ഒരു ഇന്നത്തെ നമ്മൾ ഈ ഒരു തലമുറ എന്തായാലും നമ്മളതൊന്നും ആ ഒരു രീതിയിൽ എടുക്കില്ല എന്ന് എനിക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുത്തശ്ശി അന്ന് ചെയ്തിരുന്ന ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ആ കുട്ടിക്കാലത്ത് ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോഴൊക്കെ ഈ എന്താ പറയുക, ആത്മാവ് ബാധ ഇതൊക്കെ കയറി എന്ന് പറഞ്ഞ് കൊണ്ടുവരില്ലേ, അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന പല ആൾക്കാരെയും മുത്തശ്ശി ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു നിന്നിട്ടുണ്ട്. അന്നും എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, ഈ സംഭവങ്ങൾ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ നോക്കി നിൽക്കുമായിരുന്നു ഞാൻ. അന്ന് ആ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഒരു മരമുണ്ട് ആ ഒരു ഭാഗത്തായിട്ട്. അവൾക്ക് ഞാനത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് അവിടെ ഒരു മരം നിൽക്കുന്നതുണ്ടോ, ആ ഒരു മരത്തിൻ്റെ സൈഡിൽ ഒഴിച്ച് ഈ വീട്ടിൽ വേറെ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് ആളൊന്ന് പേടിച്ചെങ്കിലും പിന്നെ നമ്മൾ കട്ടയ്ക്ക് മോട്ടിവേഷൻ കൊടുത്ത് പയ്യെ അങ്ങ് അകത്തേക്ക് കൊണ്ടുപോയി ആളെ. ഗൗരി മഠം എന്ന് പറയുന്ന ഈ ഒരു തറവാട് മുത്തശ്ശി ഈ ചെയ്യുന്ന ഈ മന്ത്രവാദങ്ങളും കാര്യങ്ങളും ഒരുപാട് പേര് അറിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ അറിയുന്നത് മുത്തശ്ശി ഈ ആത്മാവ് ബാധകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ വരുമായിരുന്നു ഈ ഒരു സംഭവം ഒഴിപ്പിക്കാൻ. പക്ഷേ ഈ ഒഴിപ്പിക്കുന്ന ആ ആത്മാക്കളെ മുത്തശ്ശി, ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ ഒരു വൃക്ഷമുണ്ട്, ആ ഒരു മരം, ആ മരത്തിലേക്കായിരുന്നു ആവാഹിച്ചുകൊണ്ടിരുന്നത്. സംഭവം ഇന്നത്തെ നമുക്കിതൊക്കെ നമ്മൾ ബുക്കിൽ വായിക്കുന്നില്ല, നീലിയുടെ കഥയൊക്കെ പോലെ തോന്നുമെങ്കിലും അവിടെ ഒരു മരമുണ്ട്. ആ മരത്തിന് അന്ന് പറയുന്ന പേരെന്ന് പറയുന്നത് നാരീക വൃക്ഷം എന്നാണ് അന്നും പറയുന്നത്. ആ ഒരു വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് മാത്രം നീ പോവരുത്, വീട്ടിൽ വേറെ ഒരു പ്രശ്നവും ഇല്ലയെന്ന് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി. ഒരു വിധത്തിൽ ഞാൻ അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ ഈ മുത്തശ്ശി ഈ ആത്മാക്കളെ എല്ലാം കൂടി ആ മരത്തിലേക്ക് ആവാഹിക്കുകയും മുത്തശ്ശി ഒരു യക്ഷിയെ ആരാധിച്ചിരുന്നു എന്നും പറയുന്നവരുണ്ട്. അറിയാമല്ലോ, നമുക്കൊരു ചെറിയൊരു കഥ അങ്ങോട്ട് വീണ് കിട്ടിയാൽ പിന്നെ അതിനെ പല രീതിയിലൊക്കെ ആക്കി എടുക്കും. മുത്തശ്ശിയുടെ മരണശേഷവും മുത്തശ്ശിയും ഈ ഒരു മരത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കെട്ടുകഥകളും ഐതിഹ്യങ്ങളും ഒക്കെ ഈ നമ്മുടെ ഈ പറഞ്ഞ തറവാടുണ്ടല്ലോ ഗൗരി മഠം, ആ മഠത്തിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഇതിനേക്കാൾ വ്യക്തമായിട്ട് ഇവളുടെ അപ്പാക്കും അറിയാം, എൻ്റെ അച്ഛനും അറിയാം. ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാൻ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇവൾക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് ഇവള് എൻ്റെ കൂടെ വരും. പക്ഷേ ഈ സംഭവങ്ങൾ എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇവർ രണ്ടുപേരും പറഞ്ഞാലും ഇവിടെ വന്നിട്ട് ഇതിനകത്ത് കയറി വന്ന് നമ്മളെ പിടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് ചിലപ്പം കുറച്ച് റിസ്ക് അല്ലേ. അപ്പം അങ്ങനെ അവളെയും കൊണ്ട് ഞാൻ ഗൗരി മഠത്തിലേക്ക് കയറി. പിന്നെയാണ് അളിയാ പ്രശ്നങ്ങൾ
ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാണെന്നുള്ളതും ഒക്കെ അറിയാൻ തുടങ്ങിയത്, അനുഭവത്തിലേക്ക് വന്നു തുടങ്ങിയത്. നീ എന്തായാലും എൻ്റെ അടുത്ത് ചോദിച്ചതും ലവ് സ്റ്റോറി അല്ലേ? ഇതിപ്പോൾ ലവ് സ്റ്റോറി എലമെൻ്റ് ഉണ്ടെന്നേ ഉള്ളൂ. സംഭവം ഇതൊരു ലവ് സ്റ്റോറി അല്ല. ഇത് കുറച്ചും കൂടെ അതൊക്കെ മേലെ വരുന്നൊരു സാധനമാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നെ നോക്കാം.